മന്നാന്മാരുടെ ഇടയിൽ പ്രചാരമുള്ള അനുഷ്ഠാന കലാരൂപമാണ് മന്നാൻ കൂത്ത്. അരിപ്പൊടിയും വെളിച്ചെണ്ണയും ചേർന്ന കൂട്ടാണ് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. കയ്യിൽ വളയും കാലിൽ ചിലങ്കയും കഴുത്തിൽ തനതുമാലയും അണിഞ്ഞാണ് കൂത്ത് നടത്തുന്നത്. ആചാരപ്പാട്ട് നടത്തി കൂത്ത് ആരംഭിക്കുന്നു. കുലദൈവങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ളതാണ് ആചാരപ്പാട്ട്. കുമളി മന്നാക്കുടിയിൽ നിന്നും എത്തിയ സംഘമാണ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ എർത്ത് ബിൽഡേഴ്സ് റീബിൽഡ് കേരള 2021 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂത്ത് സംഘടിപ്പിച്ചത്. പരമ്പരാഗതമായ കൃഷിരീതികൾ, കാർഷിക സംസ്കാരം എന്നിവ ഉൾപ്പെടുത്തി നടത്തിയ കൂത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു. മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാണ് കൂത്ത് ആരംഭിച്ചത്. തുടർന്ന് ഗുരുക്കന്മാരായ പഞ്ചൻ പൂലാൻ, പെരിയാൻ നങ്കൻ എന്നിവരെ സ്മരിച്ചു. പിന്നീട് കൃഷിപ്പാട്ട് നടത്തി. കാലാവൂട്ട് മഹോത്സവങ്ങളിൽ കണ്ടുവരുന്ന കൂത്ത് നേരിൽ കണ്ട സന്തോഷത്തിലായിരുന്നു കാണികളും. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് റീബിൽഡ് കേരള 2021 പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് എത്തിയത്. കാർഷിക സംസ്കാരത്തിനോടൊപ്പം അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങളെ ഉണർത്തിയെടുക്കുകയാണ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി. കുമളി മന്നാക്കുടി ട്രൈബൽ ഡാൻസ് ഗ്രൂപ്പിലെ 16 അംഗങ്ങളാണ് കൂത്തിന് നേതൃത്വം നൽകിയത്. അന്യം നിന്നു പോകുന്ന കലാരൂപത്തെ വീണ്ടെടുക്കുന്നതിനായാണ് ഡാൻസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. 25 അംഗങ്ങളാണ് ഗ്രൂപ്പിലുള്ളത്. ആദിവാസി സമൂഹത്തിന്റെ മന്നാൻ സമുദായത്തിന്റെ പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന കൂത്തെന്ന് പറയുമ്പോൾ കൃഷി രീതി, കൃഷി ഇറക്കി കഴിഞ്ഞാൽ അത് കൊയ്ത്ത് പുല്ല്, നെല്ല്, ഈ വിഭവങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് സാധാരണ ഞങ്ങൾ കുടികളിൽ കാലാവൂട്ട് മഹോത്സവം ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൽ എല്ലാ കുടികളിലുമുള്ള ആളുകളും ഞങ്ങളുടെ രാജാവടക്കമുള്ള ആളുകൾ അതാത് കോളനിയിൽ വരികയും അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഒരാഴ്ച കാലമായിട്ടാണ് ഈ കാലാവൂട്ട് മഹോത്സവം ആഘോഷിക്കുന്നത്. ബിജു പി, അനീഷ് RC എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. സൽജി ഇട്ടുത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.